അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ആഴത്തിൽ കട്ട് ചെയ്യാമെന്നുണ്ടാവും നിങ്ങൾക്ക്. അത് നമ്മൾ ആദ്യം ഈ പറഞ്ഞ പോലെ സ്ക്വയറിൽ കട്ട് ചെയ്ത്. ഹായ്, മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇപ്പോൾ അധികം വീഡിയോ ഒന്നും കാണാറില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ വീട്ടിൽ ഒരുവിധമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ പലരും ഇതിൻ്റെ ഈ ഒരു കട്ട അത് കീറാൻ പേടിച്ചിട്ട് പൊട്ടുമെന്ന് പേടിച്ചിട്ട് തന്നെ അവർ പലപ്പോഴും ഓപ്പൺ വയറിംഗ് ആണ് ചെയ്യാറുള്ളത്. ഓപ്പൺ വയറിംഗ് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, പുറത്തു കൂടെ പൈപ്പും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നമ്മൾ ആ ഒരു പഴയ മോഡൽ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ എല്ലാം ആയിട്ടാണ് ചെയ്യാറുള്ളത്. എന്നാൽ അതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യാം. കട്ട കീറുന്നതിനൊന്നും പ്രശ്നമോ കാര്യമൊന്നുമില്ല. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ നിലവിലുള്ള അവസ്ഥ. ഇതിലിപ്പോൾ കൂടുതൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന കാര്യമൊന്നുമില്ല. ചില ഭാഗത്ത് മാത്രം നമ്മൾ പ്ലാസ്റ്ററിങ് കാര്യങ്ങൾ ചെയ്യുന്നു, ഒരു ഡിസൈനായിട്ട്. അപ്പോൾ അതിൻ്റെ പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ കൊളോണിയൽ ഡിസൈൻ നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ ഒരു ബ്രിട്ടീഷുകാരുടെയൊക്കെ ഒരു വീടിൻ്റെ ഒരു സ്റ്റൈൽ ആ രീതിയിൽ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ വയറിങ്ങിൻ്റെ കാര്യത്തിൽ പോവാം. ഇപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ കീറിയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊളിഞ്ഞു പോരുമോ എന്നൊക്കെ വെച്ചിട്ടാണ് പലരും ചെയ്യാതെ നേരെ പുറത്തൂടെ ഓപ്പൺ വയറിങ് കൊടുക്കുന്നത്. പക്ഷേ ഇത് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സ്ട്രോങ് സാധനമൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൽ നമ്മളിത് എങ്ങനെ ചെയ്തിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഞാൻ ചോക്ക കൊണ്ട് വരഞ്ഞിട്ടുണ്ട്. ഇത് ഒരുവിധം വയറിങ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാകും. എന്നാലും ഈ ഓപ്പൺ വയറിങ് ഇത് കാരണം പേടിച്ച് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ട് മാത്രം ചെയ്യുന്നതാണ് ഇത്. അറിയുന്നവർ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ, അല്ലാത്തവർക്ക് പറഞ്ഞു തരുന്നു മാത്രം. അപ്പോൾ ഇതിൽ ഇപ്പോൾ എങ്ങനെ ചെയ്ത് നമ്മൾ ആദ്യം ഒരു ചോക്ക കൊണ്ട് വരച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മുടെ ടൈൽസ് കട്ട് ചെയ്യുന്ന കട്ടറുണ്ട്. ആ കട്ടർ കൊണ്ട് നേരെ ഇങ്ങനെ പിടിച്ചാൽ മതി. 2 ലൈനായിട്ട് നേരെ പിടിക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളത് നമ്മൾ ഉള്ളിയും ചുറ്റിക്കെട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് മേടി കൊടുത്താൽ തന്നെ അതിങ്ങനെ പോരും. അതുപോലെ തന്നെ ഇവിടെ ഈ സൈഡിലാണെങ്കിലും ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് ഓൾറെഡി പോകുന്ന ഭാഗമായതുകൊണ്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഈ അടിഭാഗം. അപ്പോൾ നമ്മൾ ഈ സ്വിച്ച് ബോർഡിൻ്റെ ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഭാഗം ഒരു സി ഷേപ്പിൽ കട്ട് ചെയ്ത് കളയാം. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കല്ലിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഉള്ളിലോട്ട് കട്ട് ചെയ്താക്കുക, എന്നിട്ട് വെക്കുക. പിന്നെ അതിന് നമ്മൾ സ്വിച്ച് ബോർഡ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. നമ്മളതിന് യൂസ് ചെയ്തിട്ടുള്ള സ്വിച്ച് ബോർഡ് എന്ന് പറയുന്നത് കുറച്ചൊരു മോഡേൺ ടൈപ്പാണ് പറയുന്നത്. പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്വിച്ച് ബോർഡല്ല. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. ഇത് ഉള്ളിലോട്ടായിട്ട് ഇതൊന്നും കൂടി ഒരു മോഡേൺ ടൈപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് പലർക്കും അറിയുന്നുണ്ടാവും. 25 രൂപയാണ് ഒരു സ്വിച്ചിന് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും കീറിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് നേരെ ഈ ലിൻഡലിൻ്റെ അടിയിലൂടെ ഇങ്ങനെ വരും. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മേലെ ഇങ്ങനെ ഓടാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്കൊരിക്കലും ഇത് ഇതുപോലെ കീറി കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഈ ഭാഗത്തൊരു സ്വിച്ച് ബോർഡ് നമ്മളുടെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ലിൻഡലിൻ്റെ അതിൽ കൂടെ കീറി കൊണ്ടുവരേണ്ട ആവശ്യം നമുക്കില്ല. കാരണം ഇങ്ങനെ ഇത് നേരെ മുകളിലോട്ട് വരെ കീറി കൊണ്ടുപോകാം. പിന്നെ വരുന്നത് അവിടെ ആ കമ്പിയുടെ കൂടെ ഓപ്പണായിട്ട് നല്ല സ്പേസാണ്. അപ്പോൾ നമുക്കതിൻ്റെ മുകളിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അതുപോലെ ഇങ്ങോട്ട് ഇറക്കാൻ വേണ്ടി ഇവിടെ ഒരു TV പ്ലഗ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് നമ്മൾ ഇവിടെ കീറിയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഈ വയർ നേരെ ഇങ്ങനെ പോരും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പൈപ്പ് ഇട്ടിട്ട് പിന്നെ അപ്പുറത്തേക്കാണ് വരുന്നത്. നമ്മുടെ പുറം ഭാഗത്തോട്ടാണ് പൈപ്പ് വരുന്നത്. അത് നേരെ പുറത്തൂടെ ഇറക്കുകയാണ്. അപ്പോൾ അത് പുറം ഭാഗത്ത് കാണുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. ആ ഭാഗത്തേക്ക് ഒരു വ്യൂ കട്ടാവുന്ന ഒരു ഏരിയ. എന്നിട്ട് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് തുളച്ചിട്ട് അതിൽ കൂടെ അത് ഇങ്ങോട്ട് ഇടും. അപ്പോൾ ഇത് കട്ട് ചെയ്തതിൻ്റെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ടർ കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. കട്ടർ കൊണ്ട് ജസ്റ്റ് 2 വര ഇടുക, അതിന് ശേഷം ഇടുക. അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ആഴത്തിൽ കട്ട് ചെയ്യാമെന്നുണ്ടാവും നിങ്ങൾക്ക്. അത് നമ്മൾ ആദ്യം ഈ പറഞ്ഞ പോലെ സ്ക്വയറിൽ കട്ട് ചെയ്തതിൻ്റെ ശേഷം പിന്നെ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കട്ടർ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ലൈൻ ഇങ്ങനെയും കുറച്ച് ലൈൻ ഇടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ കിട്ടും. പിന്നെ അത് നമുക്ക് ഇത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ കൈ കൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഭാഗം ഇങ്ങനെ ചെയ്ത് വെച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൊരു വയറിങ് ഇൻ്റർലോക്ക് ബ്രിക്സിൽ നമുക്ക് ചെയ്യാനുള്ള പണി. മറ്റേതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യാനും എല്ലാത്തിനും അത്യാവശ്യം നല്ല പണിയെടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു റിസ്ക് വരുന്നില്ല. പിന്നെ അതും പോരാത്തതിന് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ കൊണ്ടുപോയാൽ മതി.
പിന്നെ നമ്മൾ ബൾബ് കാര്യങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുകളിൽ ഈ ഭാഗത്ത് തന്നെ ആയിട്ട് നമുക്ക് ബൾബിൻ്റെ അത് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ നിലവിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ ഓരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ വർക്ക് കുറച്ചൊന്ന് രണ്ട് ഇഷ്യൂസ് കാരണം കുറച്ച് സ്ലോ ആവുന്നതാണ്, അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഇത് വരുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ ഇതിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മേലെ എന്താ ചെയ്തതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ ചെയ്തിട്ടുള്ളത് സാധാ ഷീറ്റാണ്, നമ്മുടെ ചൈനീസ് ഓട് പോലെ തോന്നുന്ന ആ ഓടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഈ ഭാഗത്ത് സിമെൻറ്റ് ബോർഡ് വെച്ച് കവർ ചെയ്താൽ ഇത് പിന്നെ ഹൈറ്റുള്ള ഭാഗമായതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇത് തോന്നും സേഫ്റ്റിയുടെ കാര്യം, സേഫ്റ്റി ഇല്ലല്ലോ ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഈ മുകളിൽ ഓടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കള്ളൻ വരികയെന്നുണ്ടെങ്കിൽ ഈ ഓട് എടുത്തിട്ട് പോരാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു കള്ളനെ പിന്നെ ഇതിലൂടെ കുത്തി പിടിച്ച് കയറി ഇത് ഊരി പൊട്ടിച്ച് പോരാനുള്ള ഒരു, പിന്നെ ഇങ്ങനെയാകുമ്പോൾ ഒരു ബോറായിരിക്കും എന്നുള്ളൊരു അത് ഒരിക്കലും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗം നമ്മൾ സീലിംഗ് ചെയ്ത് ക്ലോസ് ചെയ്യും. അപ്പോൾ സീലിംഗ് ചെയ്യുന്നത് അതായത് നമ്മൾ ഒരു ഫൈബർ മെറ്റീരിയൽ ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഇവിടെ ഞാനിതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സീലിംഗ് കുറഞ്ഞ റേറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെറ്റീരിയൽ. അത് വെച്ചിട്ടാണ് നമ്മളിവിടെ സീലിംഗ് ചെയ്യും. അപ്പോൾ കറക്റ്റ് ഇവിടെ ഒരു വുഡ് ആൻഡ് ടച്ചിലായിരിക്കും വരിക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോറോ ഈ ഒരു ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും കാണുകയില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.